ദത്തൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ആദ്യം അകത്തേക്ക് വിളിച്ചോണ്ടുപോയി. എന്താളിയാ? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സത്യങ്ങൾ അറിയും. വെറുതെ എന്നെ ബുദ്ധിമുട്ടിച്ച് അന്വേഷണം നടത്താതെ നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ? അളിയാം, എനിക്കും പൂജയ്ക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. പൂജയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് ഒറ്റ കാര്യം തന്നെ. ശരി, ആയിക്കോട്ടെ. ആ, അപ്പോ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാ ഷാനുവിനെ ചതിച്ചത് അല്ലേ? അളിയൻ എന്തൊക്കെയാ പറയുന്നേ? ആ, അത് പോട്ടെ. നിങ്ങൾക്ക് എന്താ ഹൈ റേഞ്ചിൽ ബന്ധം? ഹൈ റേഞ്ചാ? ആ, ഹൈ റേഞ്ച്. ലൂയിസും നമ്പടിയായിട്ട്. ആരാ ഈ കള്ളക്കഥ കളിയനോട് പറഞ്ഞേ? കള്ളക്കഥ ഒരിക്കൽ തന്നെ ഞാനല്ലേ അവിടെ നിന്ന് രക്ഷിച്ചേ. മറന്നു നീ അതൊക്കെ? അന്ന് നീ അവിടെ പോയത് എന്തിനാണെന്നുള്ളതിന് നീ വ്യക്തമായ ഉത്തരം തന്നിട്ടില്ല ഇതുവരെ. അളിയൻ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ക്ലാസ്മേറ്റ് സെബാന്റെ ഉപ്പാപ്പനാണ് ഈ പറഞ്ഞ ലൂയിസ്, നമ്മുടെ അയാളുടെ ഫ്രണ്ടും. എടാ, അതുവരെ കഥ ഓക്കെ. അതിന് ശേഷമുള്ളതിനാണ് ഇനി വ്യക്തത വേണ്ടത്. പൂജ ഹൈ റേഞ്ചിലേക്ക് വിളിച്ചോടാൻ ആദ്യം പ്ലാൻ ചെയ്ത ആരുടെ കൂടെയാണ്? ഐ മീൻ, പൂജയുടെ യഥാർത്ഥ കാമുകനാരാ? നീയാണോ? ഷാനു ആണോ? അതോ സെബാനോ? നീ എന്താടോ ഒന്നും പറയാത്തെ? ആദ്യം അതറിഞ്ഞിട്ട് വേണം എനിക്ക് ഷാനുവിന്റെ സെബാന്റെയും കൊലയാളി ആരെന്ന് കണ്ടുപിടിക്കാൻ. ആദി, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇതൊരു കൊലപാതകമാണോ അതോ വെറും ആക്സിഡന്റ് ആണോ? എന്താ നിന്റെ അഭിപ്രായം? എനിക്കറിയില്ല. അവളെ സ്വന്തമാക്കാൻ വേണ്ടി നീയാണോ അവരെ കൊന്നേ? ആദി, തൽക്കാലം നമ്മൾ സംസാരിച്ച ആരും അറിയണ്ട. നീ എന്നോട് സമയമെടുത്ത് സത്യം പറഞ്ഞാൽ മതി കേട്ടാ. പക്ഷേ സത്യം പറയാവൂ. എന്താ ഇവിടെ? ഏയ്, ഒന്നുമില്ല മുത്തശ്ശി. ഞങ്ങള് അളിയൻ കൂടി ഒന്ന് സംസാരിച്ചതാ. എന്ത് സംസാരം? അതുകൊള്ളാം. ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനല്ലേ. ഇവന് ഡൽഹിക്ക് വന്ന കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തതാ. അതിനെന്തിനാ ഈ വാതിലടച്ചിടുന്നേ? ഞങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ? രാത്രിയല്ലേ, ആരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് മാറിയിരുന്നത്. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം താ മാഡം. നേര് പറയടാ, എന്താ നിങ്ങൾ സംസാരിച്ചേ? അത് ഹയർ സ്റ്റഡീസിന്റെ കാര്യം മുത്തശ്ശി. എന്നാ പിന്നെ പൂജമോളുടെ കാര്യം കൂടെ ശരിയാക്കാൻ അയാളോട് പറ. നിങ്ങൾക്ക് ഒരുമിച്ച് പോയി പഠിക്കാലോ. നേരെ ഒരുപാടായി. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാൻ ചോദിക്കുന്നതിന് സാറ് വ്യക്തമായ ഉത്തരം പറഞ്ഞേ പറ്റൂ. 2024 ഡിസംബർ 21 തീയതി രാത്രിയില്, അതായത് ഷാനു സെബാനും കൊല്ലപ്പെട്ട രാത്രിയില് സാർ എവിടെ ആയിരുന്നു? ഞാൻ കോഴിക്കോടായിരുന്നു. PVയിലായിരുന്നു താമസം. ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്. ആ ഒരു ദിവസം മാത്രം ഇത്ര കൃത്യമായി സാർ ഓർക്കാനുള്ള കാരണം? ഞാൻ അത്യാവശ്യം ഓർമ്മശക്തിയുള്ള ഒരാളായതുകൊണ്ട്. അതൊരു ജെനുവിനായ ആൻസർ അല്ലല്ലോ സാർ. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുള്ളപ്പോ ഈ 2024 ഡിസംബർ 21 എന്ന ഈ ഒറ്റ ദിവസം മാത്രം സാർ എന്താണ് ഇത്രയ്ക്ക് ഓർത്തിരിക്കാൻ കാരണമെന്ന് പറഞ്ഞു പറ്റൂ? അന്ന് എൻ്റെ വിവാഹ വാർഷികമായിരുന്നു. എന്താ ആ ദിവസം എനിക്ക് ഓർത്തിരുന്നൂടെ? എല്ലാ വർഷവും ആ ദിവസം ഞാനും എൻ്റെ ഭാര്യയും ഒന്നിച്ചുണ്ടാവാറുണ്ട്. ഇത്തവണ അതിന് കഴിയാതെ വന്നപ്പോൾ അവൾ വിളിച്ച് പരാതി പറഞ്ഞിരുന്നു. സാറിന്ന് TVയിലെ താമസിച്ചെന്നല്ലേ പറഞ്ഞത്?
ഇത് അന്നേ രാത്രിയിൽ ടി വിയിൽ തങ്ങിയിട്ടുള്ളവരുടെ ലിസ്റ്റാ. ഈ ലിസ്റ്റിൽ സാറിന്റെ പേരില്ലല്ലോ. ഒന്നുകിൽ അന്ന് രാത്രി സാർ കോഴിക്കോടില്ലായിരുന്നു, അല്ലെങ്കിൽ സാർ അവിടെ ടി വിയിൽ താമസിച്ചിട്ടില്ല. നിങ്ങളെന്ത് വിട്ടിത്തോടോ ഈ പറയുന്നേ? ഞാൻ പങ്കെടുത്ത മീറ്റിംഗിൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അത് റെക്കോർഡിക്കലല്ലേ, ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? കോഴിക്കോട് മീറ്റിംഗിൽ സാറുണ്ടായിരുന്നു. അത് കാലത്ത് 10:30 അവസാനിച്ചില്ലേ? വേണമെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് മടങ്ങിയെത്താലോ. What do you mean? ഞാനാണ് ആ പിള്ളേരെ കൊന്നെന്നാണോ താൻ പറയുന്നേ? എന്നല്ല, പിന്നെ സാർ അന്ന് രാത്രിയിൽ കോഴിക്കോട് ടി വിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. സാർ അതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. പടച്ചോൻ സ്വർഗത്തിലല്ല, ഈ ദുനിയാവ് തന്നെ ഉണ്ട് എന്ന് അനക്കിപ്പം ബോധ്യായില്ലേ ഫാത്തിമ? അല്ലെങ്കിൽ നമ്മളെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് നടപടിയാകുമോ? ഓരെങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഓരെന്നെ ഇങ്ങനൊരു ബൈ തുറന്നു തന്ന്. ദേ, ഇത് ചെറിയ ഏർപ്പാടല്ല മോളെ, കൊലപാതകമാ ഒത്തുകിട്ടിയിരിക്കുന്നത്. ഇതുവരെ നമ്മളൊരു ഉണക്കപ്രേമത്തിന്റെ പേരും പറഞ്ഞായിരുന്നു കളത്തിലിറങ്ങി കളിച്ചെങ്കിൽ, ഇനി നമ്മൾ നാളെ മുതൽ കളം തന്നെ മാറ്റിപ്പിടിക്കാൻ പോവുക. പ്രേമം പറഞ്ഞ് കാശി ചോദിക്കുമ്പോ അത് രഹസ്യമായി ഞമ്മക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. പോലീസും കേസും പട്ടാളൊന്നും ഞമ്മളെ സഹായത്തിന് വരൂല ഫാത്തിമ. ഞമ്മക്കവരെ ഭീഷണിപ്പെടുത്താനുള്ള ഏക വഴി അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക മാത്രമായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ആട്ടാപ്പാട്ടെല്ലാം ഞമ്മളിഞ്ഞ് കൊണ്ടുവരൂലേ? ഗോള് കിടക്കുന്നത് ഞമ്മളെ പോസ്റ്റിലല്ലേ? ഇനി എളാപ്പന്റെ കളി നീ കണ്ടോ ഫാത്തിമ? എളയപ്പ എന്താ ചെയ്യാൻ പോണെന്ന് എന്നോടും കൂടി ഒന്ന് പറ, എനിക്കൊന്ന് തയ്യാറെടുക്കാലോ. പറയാൻ പെണ്ണേ, ഈ തിരക്ക് കൂട്ടാതെ ആദ്യം ഞമ്മള് അവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലണം. എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, കണ്ടറിയേണ്ട കാര്യത്തിന്റെ സുഖം ഞമ്മളെന്തിനാ ഫാത്തിമ പറഞ്ഞറിയിക്കുന്നത്? കിട്ടുന്നില്ലല്ലോ. ഇതെത്തന്നെ എവിടെ പോയതാ? കൃത്യം 9 മണിക്ക് ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടാ പോയത്. പോലീസുകാരുടെ കാര്യമല്ലേ അമ്മി, കൃത്യത പാലിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, നമുക്കിറങ്ങാം. ദത്തം വിളിക്കുമ്പോ തുണിക്കടയിലേക്ക് നേരിട്ട് വരാൻ പറഞ്ഞാ മതി, നേരം കളയണ്ട. ഡേ, നീ ഈ കഥകും തുറന്ന് മലർത്തിയിട്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കണ്ട. ആരെങ്കിലും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയാ പോലും അറിയില്ല. കാലം വല്ലാത്തതാ, കേട്ടോ? ഓ ആ, ചേച്ചി എനിക്ക് കോമതി വെള്ളം എടുത്തോണ്ട് വന്നേ. ഒന്ന് പെട്ടെന്ന് എടുക്ക്.